ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ റയു ബേബി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങും കേട്ടോ. പറഞ്ഞത് അങ്ങോട്ട് കേൾക്കില്ല. ഞാൻ മാറ്റി സെറ്റാക്കി കൊടുത്താൽ കൊലായ്മ പോയിരുന്നോ എന്ന് പറയും. പക്ഷേ ഓൻ എന്തെങ്കിലുമൊക്കെ തിരിപ്പിടിച്ചെങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങും. ഓൻ പുറത്തേക്ക് ഇറങ്ങിയാലോ ഷേജു ബേബി അതേപോലെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ എന്തൊക്കെയൊക്കെ കൂടിയ കാട്ടിക്കൂട്ടുക എന്നറിയില്ല. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറാനൊക്കെ പറഞ്ഞൊരു വിധം അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ആൾ സ്കൂൾക്ക് പോയി കേട്ടോ. ആൾ സ്കൂൾക്ക് പോയാൽ കുറേ സമാധാനമാണ് കേട്ടോ. എന്നാൽ ഒരാളെ നോക്കിയാൽ മതിയല്ലേ. ഇവനും ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, പഴയ പോലെ ഒതുങ്ങിയിരിക്കണ കേസൊന്നുമല്ല കേട്ടോ. ഒരു മിനിറ്റ് നേരം തിരിഞ്ഞാലിപ്പോൾ എന്താ പറയുക, വള്ളത്തിലുള്ളൊരു കളി കൊണ്ട് ഞാൻ ആകെ ഇടങ്ങേറായിക്കാണ് കേട്ടോ. ഇങ്ങോട്ട് തിരിയുമ്പത്തേന് അവിടെ വെള്ളം തിരിച്ചിട്ട് ഇതാക്കിയിട്ടും ആകെ സീനായി കുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ നല്ല മുരിൻ്റെ അപ്പമായിരുന്നു കേട്ടോ. മുരിൻ്റെ അപ്പം അങ്ങനെ ഒന്നുമില്ലാതെ കഴിക്കണക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ 3-4 അപ്പം കഴിച്ചിട്ട് ഷേജു ബേബിക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് ഇതാ നമ്മൾ ക്ലീനിങ്ങിലേക്ക് നിൽക്കാം കേട്ടോ. ഞാനിവിടെ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ ഉമ്മ അടുക്കള സെറ്റാക്കി ഉണ്ടാവും കേട്ടോ. നിൻ്റെ വീഡിയോ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇവളെപ്പോഴും എന്താ പറയുക ഇതുപോലെ തന്നെ ഉള്ളു ചെയ്യാന്ന് പറഞ്ഞാൽ ഉമ്മ അപ്പോൾ അടുക്കളയിൽ നിൽക്കും, അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യും കേട്ടോ. അതാണ് മിക്കവാറും സംഭവിക്കൽ. ഉമ്മ ചോറ് വെക്കും, ചാറ് വെക്കും, മീൻ പൊരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ക്ലീനിങ്ങും പാട് ചെയ്യും. അങ്ങനെ രണ്ടാളും പാട് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പണികളൊക്കെ അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് അങ്ങനെ നല്ല കുഴപ്പമൊന്നുമില്ലാതെ പോവുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ചൂല അടിപൊളിയാണ് കേട്ടോ. നല്ല നമുക്ക് നീറ്റായിട്ട് നമ്മൾ നേരെ പൊടിയൊക്കെ പോരാൻ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ അടിച്ചു പോയിട്ട് ഉള്ളത് അടിച്ചു പോരി കഴിഞ്ഞിട്ട് പിന്നെ സിറ്റൗട്ട് തുടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഈ ചവിട്ടിയൊക്കെ നല്ല പൊടി ഉണ്ടാകും. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇതിൽ നല്ല പൊടി ഉണ്ടാകും. അപ്പോൾ അത് നല്ലോണം ഒന്ന് തട്ടി കൊട്ടിയിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇനി നമ്മൾ തുടക്കൽ കഴിഞ്ഞിട്ട് ഇടാട്ട് ചെയ്യൽ. നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. എന്താ പറയുക, നമുക്ക് അത്രയും നിർണായകമായിട്ട് നമ്മളെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കണം. നമ്മൾ ലൈഫ് ഒന്ന് ചേഞ്ച് ആവണ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. നമ്മൾ അൽഹംദുലില്ലാ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നേക്ക് 4 വർഷമായിട്ടോ. ആഗസ്റ്റ് 10 നമുക്ക് ഇന്നത്തെ ദിവസം 4 വർഷമായിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർണായക നമ്മൾ ജീവിതത്തിൽ നമ്മൾ അതുവരെ പോയിക്കൊണ്ടിരുന്ന സംഭവങ്ങളിൽ നിന്ന് എന്താണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം, അതുപോലെ എന്താണ് ഒരു നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കണ ഒരു കാര്യമാണ് വിവാഹം. ഇപ്പം കല്യാണത്തിനോട് പൊതുവെ എല്ലാ പെൺകുട്ടികൾക്കും എന്താ പറയുക വിയോജിപ്പാണ്. കാരണം അവർക്ക് എന്താ പഠിച്ചിട്ട് ഒരു ജോലി കിട്ടണം, ആ ജോലി കിട്ടിയിട്ട് വേണം കല്യാണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ കല്യാണം തന്നെ വേണ്ട ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. എൻ്റെ കല്യാണം കഴിക്കണ ആ ഒരു ടൈമിൽ 18 വയസ്സാണ്. 18 വയസ്സായാൽ അങ്ങനെ എല്ലാവരും കല്യാണപ്രായമായി അങ്ങനെ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കണ ഒരു സമയമാണ് കേട്ടോ. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു 2-2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, കുട്ടികൾ +2 കഴിഞ്ഞാലൊന്നും കല്യാണം കഴിക്കണില്ല. പിന്നെ ഡിഗ്രി പഠിക്കാൻ തുടർന്ന് അങ്ങോട്ട് പഠിക്കണ ഒരു ചിന്താഗതി അങ്ങനത്തെ ഒരു കാലമായി മാറിട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അങ്ങനെയില്ല, നമ്മൾ കല്യാണം കഴിച്ചതിനല്ല, നമുക്ക് പഠിക്കാൻ എല്ലാവർക്കും ഇതേ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടം ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടും അങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങൾ കാരണമൊക്കെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളും ഉണ്ടാവും. പക്ഷേ ഈ കല്യാണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്താ പറയുക ഒരു പോസിറ്റീവ് വശമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതാ കല്യാണം കഴിഞ്ഞതാ അവരൊക്കെ ഒരുപാട് സ്ഥലത്തേക്ക് ടൂറ് പോകണു, അല്ലെങ്കിൽ കല്യാണത്തിന് പോണു, ബൈക്കുമ്മ പോണു, കാറുമ്മ പോണു, ഭയങ്കര സന്തോഷത്തിലാണ്. എപ്പോൾ നോക്കുമ്പോഴും ഈ കല്യാണം കഴിഞ്ഞ ചെക്കനും പെണ്ണും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണ കാണുന്നത്. നമ്മളിപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മളെ മുതിർന്നവർ താത്താരൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഓല് ഭയങ്കര കല്യാണത്തിന് പോകണമൊക്കെ ഹാപ്പി ആയിട്ട് വണ്ടിമ്മ പോണു, നല്ല ടൂറൊക്കെ നല്ല അടിപൊളിയായിട്ട്. ഇതിൻ്റെ ഒരു ഹാപ്പിനെസ് സൈഡാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അധികം ഒരാൾക്കും അറിയില്ല. ഇത് നമ്മൾ ഈ കല്യാണം കഴിച്ചതിലേക്ക് പോകുമ്പോഴുള്ള ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊരു സംഭവത്തിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം, ഞാൻ അതല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് സൈഡൊന്നും നമുക്കറിയില്ല. നമ്മൾ പോസിറ്റീവ് സൈഡ് പ്രതീക്ഷിച്ചിട്ടാണ് കല്യാണം കഴിക്കുക. അപ്പോൾ ഏതൊരു ഇതിലും നമ്മൾ എന്താ പറയുക പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. പക്ഷെ പരസ്പരം നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ വഴക്കില്ലാത്തൊരു കുടുംബജീവിതം ഉണ്ടാവുമോ, പ്രശ്നങ്ങളില്ലാത്തൊരു കുടുംബജീവിതം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് യാതൊരു
അഭിപ്രായം പറയാനില്ല കേട്ടോ. കാരണം പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധിയിലുണ്ടെങ്കിലും നമ്മളെ പാർട്ട്നേഴ്സ് പരസ്പരം എന്താ പറയുക, ഒരു വിട്ടുവീഴ്ച. ഇപ്പോൾ ഭാര്യൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഭർത്താവ് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം എന്നല്ലട്ടോ ഞാൻ പറയണത്, എന്തെങ്കിലുമൊക്കെ ഒരു ഭാര്യൻ്റെ അടുത്ത് ഒരു കുറവുണ്ടെങ്കിൽ അത് ഭർത്താവ് അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഭർത്താവിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കണം. പിന്നെ നമ്മൾ ഭാര്യയുടെ കുറ്റം മറ്റേ എന്താ വേറെയുള്ളവരോട് പറയാതെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റം വേറെയുള്ളവരോട് പറയാതെ, അത് ഏറ്റവും ഒരു നെഗറ്റീവ് സൈഡാണ് കേട്ടോ. നമ്മൾ തമ്മിലുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുക. അതിൽ മൂന്നാമതൊരാളായിട്ട് ഇടപെട്ട് സംസാരിക്കുമ്പോൾ അതിൽ ഭയങ്കര ഒരു വിട്ടുവീഴ്ച വരുന്നുണ്ട് കേട്ടോ. അതിൽ എന്താ പറയുക, അത് ഒരു പെണ്ണിനാണെങ്കിലും ആണെങ്കിലും സഹിക്കൂല. നമ്മൾ എന്താ പറയുക, പരസ്പരം എന്ത് പ്രശ്നമാണെങ്കിലും പരസ്പരം തീർക്കുക, പരസ്പരം നല്ല സ്നേഹിക്കുക. സ്നേഹം വേണം, റെസ്പെക്റ്റും വേണം, കെയറിങ്ങും ഒക്കെ ഉണ്ടെങ്കിലുള്ളൂ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകട്ടോ. ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ഇന്നത്തെ കാലത്ത് കുറേ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന പോലെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ കാക്കൂൻ്റെ ഈ ഒരു സർപ്രൈസ് എൻ്റെ അളിയാക്ക കൊടുന്നതാണ് കേട്ടോ. കുറച്ച് ചുരിദാറും പിന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുന്നാട്ടോ. എന്നോടൊന്നുമില്ല, ഇപ്രാവശ്യം ഒന്നുമില്ല കേട്ടോ. ഞാനും പറഞ്ഞു ഒന്നുമില്ല കേട്ടോ, സർപ്രൈസ് ഒന്നും ഞാൻ തരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ നിസ്കാരം കഴിഞ്ഞിട്ട് ചോറുന്നൽ കഴിഞ്ഞിട്ട് അളിയാക്ക വന്ന് വിളിക്കുമ്പോൾ പിന്നെ അളിയാക്കയുടെ കയ്യിലൊരു കവർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ സംഭവം അത് തന്നെയാണ്. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നു ഈ ഇപ്രാവശ്യം ഒന്നുമില്ല കേട്ടോ, ഇനി ഞങ്ങളല്ലെങ്കിൽ കേക്ക് കൊടുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം കേക്ക് കൊടുന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അപ്പോൾ ഇപ്രാവശ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അങ്ങനെ കരുതിയതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇനി തരുന്നത് ഇനിയിപ്പോൾ ഒരു മുട്ടായി ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു വില കുറഞ്ഞ ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ആ തരുന്ന ആ ഒരു ഗിഫ്റ്റിനോടുള്ള ഒരു ഇതുണ്ടല്ലോ, സ്നേഹം, അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു സാധനത്തിൻ്റെ വിലയിലല്ല നമ്മൾ അളക്കേണ്ടത്, അത് ആ തരുന്ന മനസ്സാണ് കേട്ടോ. ഇപ്പം നമുക്കൊരു മിഠായിയാണ് തരുന്നതെങ്കിൽ അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഈ ചുരിദാർ ഇതെനിക്ക് അടിപൊളി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് പുറത്തേക്കൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നമ്മൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ ഒരു മാല കാണിച്ചു തന്നില്ല, അത് നല്ല അടിപൊളി മാലയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചുരിദാറിൻ്റെ കൂടെയും ഒക്കെ പാർട്ടി വെയറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ. അതെൻ്റെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ മാലയുടെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ കാക്കൂന് ഇത് ഇട്ടിട്ട് കാണുന്ന ഒരേ നിർബന്ധം, ഇതൊന്ന് ഷേപ്പ് ചെയ്യാണ്ട്, അപ്പോൾ അതിനൊന്നുള്ള എന്താ പറയുക ടൈമില്ല കേട്ടോ. അപ്പോൾ കാക്കൂന് ഇത് ഇട്ട് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പിണങ്ങി കുത്തിരിക്കണം. ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇത് ഇട്ടെടുത്ത് അടുപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, ഇപ്പം തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇത് മാറ്റിയിട്ട് നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടോ. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞില്ല സ്വീറ്റ്സ് കൊടുന്നിരുന്നു, കുറച്ച് ഡയറി മിൽക്കും കേക്കൊക്കെ കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.